ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി US നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുൾസി ഗബാർഡുമായി ചർച്ച നടത്തി. വഖഫ് നിയമ ഭേദഗതി സംബന്ധിച്ച JCC റിപ്പോർട്ട് രാജ്യസഭ അംഗീകരിച്ചു. പുതിയ ആദായനികുതി ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. കേരളം വൈകാതെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് സഭ പിരിഞ്ഞു. മാർച്ച് 3 വീണ്ടും ചേരും. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് വയനാട്ടിൽ ഇന്ന് UDF ഹർത്താൽ. റേഡിയോയും കാലാവസ്ഥാ വ്യതിയാനവും എന്ന പ്രമേയത്തിലൂന്നി ഇന്ന് ലോക റേഡിയോ ദിനം ആചരിക്കുന്നു. 38ാമത് ദേശീയ ഗെയിംസിലെ മത്സര ഇനങ്ങൾ ഇന്ന് സമാപിക്കും. വാർത്തകൾ വിശദമായി. US നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുൾസി ഗബാർഡ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ചു. വാഷിംഗ്ടൺ DC-യിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഭീകരവാദത്തിനെതിരായ പോരാട്ടം, സൈബർ സുരക്ഷ, കാലികമായ വെല്ലുവിളികൾ, രഹസ്യാന്വേഷണ വിവര കൈമാറ്റം എന്നീ കാര്യങ്ങൾ ചർച്ചയായി. തുൾസി ഗബാർഡുമായുള്ള മുൻകാല ആശയവിനിമയങ്ങൾ പ്രധാനമന്ത്രി അനുസ്മരിച്ചു. അമേരിക്കയിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മള വരവേൽപ്പാണ് ലഭിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. അമേരിക്കൻ പ്രസിഡന്റ്, അമേരിക്കയിലെ ഉന്നത നേതാക്കൾ, വ്യവസായികൾ എന്നിവരുമായി ശ്രീ മോദി ഉഭയകക്ഷി ചർച്ച നടത്തും. അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹവുമായി അദ്ദേഹം സംവദിക്കും. വഖഫ് നിയമ ഭേദഗതി സംബന്ധിച്ച് ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ പ്രതിഷേധം. ബഹളത്തിനിടെ വഖഫ് നിയമ ഭേദഗതി സംബന്ധിച്ച JCC റിപ്പോർട്ട് രാജ്യസഭ അംഗീകരിച്ചു. പ്രതിപക്ഷ MPമാരുടെ പ്രതിഷേധത്തെ തുടർന്ന് രാജ്യസഭ അല്പനേരത്തേക്ക് പിരിഞ്ഞു. ലോക്സഭ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. രാവിലെ വന്യജീവി ആക്രമണങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടി സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച് UDF MPമാർ പാർലമെന്റിനു മുന്നിൽ പ്രതിഷേധിച്ചു. പുതിയ ആദായനികുതി ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. ആദായനികുതിയുമായി ബന്ധപ്പെട്ട നിയമം ഏകീകരിക്കുന്നതിനും ഭേദഗതി ചെയ്യുന്നതിനും ലക്ഷ്യമിട്ടുള്ള ബിൽ സഭയുടെ ഇന്നത്തെ കാര്യപരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ ആദായനികുതി ബിൽ കൊണ്ടുവരുമെന്ന് ബജറ്റ് പ്രസംഗത്തിലാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചത്. നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. സഭാ നടപടികൾ വേഗത്തിലാക്കി സഭ പിരിഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രസംഗം സ്പീക്കർ തടസ്സപ്പെടുത്തിയെന്നാരോപിച്ച് പ്രതിപക്ഷം മുദ്രാവാക്യം വിളികളുമായി സഭയുടെ നടുത്തളത്തിലിറങ്ങി ബഹളം വെച്ചു. നടപടികൾ നിർത്തിവെക്കുന്നതിനുള്ള ഉപക്ഷേപത്തിന്മേൽ പ്രതിപക്ഷ നേതാവ് നടത്തിയ പ്രസംഗം ചുരുക്കണം എന്ന് സ്പീക്കർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് പ്രതിപക്ഷം ബഹളം വെച്ചത്. തുടർന്ന് സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിയുകയാണെന്ന് സ്പീക്കർ അറിയിക്കുകയായിരുന്നു. സഭ അടുത്ത മാസം 3 വീണ്ടും സമ്മേളിക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 2024-25 സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ച പദ്ധതികൾ വെട്ടിക്കുറച്ച സാഹചര്യം ചർച്ച ചെയ്യുന്നതിന് നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപം പരിഗണനയ്ക്കെടുക്കണം എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് AP അനിൽകുമാറാണ് നോട്ടീസ് നൽകിയത്. 2024-25 സ്കോളർഷിപ്പിനായി 223 കോടി രൂപയാണ് ബജറ്റിൽ ഇരുത്തിയതെന്നും അതിനാൽ നടപടികൾ നിർത്തിവെക്കേണ്ടതില്ലെന്നും മന്ത്രി OR കേളു അറിയിച്ചു. 10,000-ഓളം പേർ അതിദരിദ്രരുടെ പട്ടികയിൽ നിന്ന് മാറിയാൽ കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറുമെന്ന് മന്ത്രി KN ബാലഗോപാൽ സഭയെ അറിയിച്ചു. കാർഷിക സർവകലാശാല ഉൽപാദനക്ഷമതയും രോഗപ്രതിരോധ ശേഷിയുമുള്ള 359 ഇനങ്ങൾ കർഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്നും കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്ക് ഉജ്ജ്വലമായ സംഭാവനകൾ നൽകാൻ സർവകലാശാലയ്ക്ക് സാധിച്ചതായും മന്ത്രി P. പ്രസാദ്. സംരംഭകർക്കായിട്ട് 112 സാങ്കേതിക വിദ്യകൾ ഇതിനോടകം കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചിട്ടുണ്ട്. 30ഓളം സാങ്കേതിക വിദ്യകൾ കർഷകർക്ക് ലഭ്യമാക്കുന്നതിന്റെ അവസാന ഘട്ടത്തിലാണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 7 വിളകൾക്ക് ഭൗമസൂചിക പദവി ലഭ്യമായി. സർവകലാശാലയ്ക്ക് 16 പേറ്റന്റും ഈ കാലയളവിൽ ലഭിച്ചു എന്നുള്ളതും സർവകലാശാലയുടെ മികവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. UGC കരട് മാർഗനിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട് ഈ മാസം 20 ദേശീയ വിദ്യാഭ്യാസ കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി R. ബിന്ദു. കൺവെൻഷനിൽ മറ്റു സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാർ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നതായും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിരന്തരമായി കൊല്ലപ്പെടുന്ന മനുഷ്യജീവനുകൾക്ക് സർക്കാർ വില നൽകുന്നില്ലെന്ന് ആരോപിച്ചുകൊണ്ട് വയനാട്ടിൽ UDF ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. കടകമ്പോളങ്ങളെല്ലാം തന്നെ അടഞ്ഞുകിടക്കുകയാണ്. സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല. രാവിലെ സർവീസ് നടത്തിയ KSRTCയുടെ ദീർഘദൂര ബസ്സുകൾ സമരക്കാർ തടയുകയും ചെയ്തിരുന്നു. രാവിലെ വയനാട് അതിർത്തിയായ ലക്കടിയിൽ വാഹനങ്ങൾ തടഞ്ഞ UDF പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മേപ്പാടിയിലും ബത്തേരി, മാനന്തവാടി, കൽപ്പറ്റ എന്നിവിടങ്ങളിൽ UDF പ്രവർത്തകർ പ്രതിഷേധ പ്രകടനങ്ങളും നടത്തി. ഹർത്താലുമായി സഹകരിക്കില്ല എന്ന് വ്യാപാര വ്യവസായ ഏകോപന സമിതി അറിയിച്ചെങ്കിലും വ്യാപാരികളൊന്നും കടകൾ തുറന്നതുമില്ല. അവശ്യ സർവീസുകളെ സമരത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 2
ദിവസങ്ങളിലായി 2 പേരെയാണ് കാട്ടാന വയനാട്ടിൽ കൊന്നത്. രാജ്യമാകെയുള്ള വിലക്കയറ്റ തോത് ജനുവരിയിൽ 5 മാസത്തെ കുറഞ്ഞ നിരക്കായ 4.3%-ലെത്തി. വിലക്കയറ്റം 4%-ലേക്ക് എത്തിക്കുകയാണ് റിസർവ് ബാങ്കിന്റെ ലക്ഷ്യം. 6.76%-മാണ് കേരളത്തിലെ വിലക്കയറ്റ തോത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ന് ലോക റേഡിയോ ദിനം. റേഡിയോയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും റേഡിയോയിലൂടെ അറിവ് സമ്പാദിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് എല്ലാ വർഷവും ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനമായി ആചരിക്കുന്നത്. റേഡിയോയും കാലാവസ്ഥാ വ്യതിയാനവും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് 1:30 ആകാശവാണി തിരുവനന്തപുരം റിക്രിയേഷൻ ക്ലബ്ബ് പൂജപ്പുര ശ്രീചിത്ര തിരുനാൾ ഓഡിറ്റോറിയത്തിൽ ശ്രോതാക്കളുടെ സംഗമം സംഘടിപ്പിക്കും. പാലക്കാട് ചുണ്ടക്കാട് വാഴക്കച്ചിറയിൽ റേഡിയോ ദിന പരിപാടി സംഘടിപ്പിച്ചു. കാവശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം A. സുചിത്ര ഉദ്ഘാടനം ചെയ്തു. വിജ്ഞാന ആലപ്പുഴ മെഗാ തൊഴിൽ മേളയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ശനിയാഴ്ചയാണ് മേള. എങ്കിലും അഭിമുഖങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. 100-ലധികം കമ്പനികളിലായി 4 ലക്ഷത്തോളം ഒഴിവുകളാണ് ഉദ്യോഗാർത്ഥികളെ കാത്തിരിക്കുന്നത്. 10ാം തരം മുതൽ ബിരുദാനന്തര ബിരുദം വരെയുള്ള വിവിധ യോഗ്യതകൾക്കനുസരിച്ചാണ് തൊഴിലവസരങ്ങൾ. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെയും 72 ഗ്രാമപഞ്ചായത്തുകളുടെയും 12 ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും 6 നഗരസഭകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് വിജ്ഞാന ആലപ്പുഴ മെഗാ തൊഴിൽമേള നടത്തുന്നത്. ശനിയാഴ്ച രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി മേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ITI യോഗ്യതയുള്ള പുരുഷന്മാർക്കായി ഇന്ന് ഓൺലൈനായി അഭിമുഖം നടക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ സ്വാതി സംഗീത പുരസ്കാരം, SL പുരം സദാനന്ദൻ പുരസ്കാരം എന്നിവ മന്ത്രി സജി ചെറിയാൻ ഇന്ന് തിരുവനന്തപുരത്ത് സമ്മാനിക്കും. 2021 സ്വാതി സംഗീത പുരസ്കാരം പ്രൊഫസർ PR കുമാരകേരളവർമ്മ ഏറ്റുവാങ്ങും. 2021 SL പുരം സദാനന്ദൻ നാടക പുരസ്കാരം KPSC ലീലയും 2022 പുരസ്കാരം വേട്ടക്കുളം ശിവാനന്ദനും സ്വീകരിക്കും. തിരൂർ മിനി സിവിൽ സ്റ്റേഷനിൽ മലപ്പുറം വിജിലൻസ് നടത്തിയ പരിശോധനയിൽ കൈക്കൂലി വാങ്ങിയ തിരൂർ ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസിലെ റവന്യൂ ഇൻസ്പെക്ടറും ഇടനിലക്കാരനും അറസ്റ്റിൽ. കൈക്കൂലി വാങ്ങിക്കുന്നുവെന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ DYSP M. ഗംഗാധരന്റെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്. 50ാം വർഷത്തിലേക്ക് കടന്ന് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. സംസ്ഥാന വൈദ്യുതി വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഇടുക്കി ഡാം ഏഷ്യയിലെ ആദ്യത്തെ കമാന അണക്കെട്ടാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. 1976 ഫെബ്രുവരി 12 ഇടുക്കി ജലാശയവും മൂലമറ്റം പവർ ഹൌസും ഉൾപ്പെടുന്ന ജലവൈദ്യുത പദ്ധതി പ്രവർത്തനം തുടങ്ങിയത്. 839 മീറ്റർ ഉയരമുള്ള കുറവൻമലയും 925 മീറ്റർ ഉയരമുള്ള കുറത്തിമലയും യോജിപ്പിച്ച് നിർമ്മിച്ച ഇടുക്കി അണക്കെട്ടിന് 555 അടി ഉയരമുണ്ട്. ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നിങ്ങനെ 3 അണക്കെട്ടുകൾക്കുള്ളിലായാണ് 60 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ജലസംഭരണി വ്യാപിച്ചു കിടക്കുന്നത്. 780 മെഗാവാട്ടാണ് ഇടുക്കി പദ്ധതിയുടെ ഉൽപാദന ശേഷി. 38ാമത് ദേശീയ ഗെയിംസിലെ മത്സര ഇനങ്ങൾ ഇന്ന് സമാപിക്കും. നാളെ ഹൽദ്വാനി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് സമാപന ചടങ്ങുകൾ. വനിതകളുടെ 500 മീറ്റർ K4 കാനോൻ കയാക്കിംഗിൽ കേരളം ഇന്ന് വെങ്കലം നേടി. നിലവിൽ 12ാം സ്ഥാനത്താണ് കേരളം. സർവീസസ് 1ാം സ്ഥാനത്താണ്. 38ാമത് ദേശീയ ഗെയിംസിൽ ജൂഡോയിൽ വെങ്കല മെഡൽ നേടിയ ദേവി കൃഷ്ണയെ അഭിനന്ദനം അറിയിച്ച് മന്ത്രി OR കേളു. ജൂഡോ 70 കിലോഗ്രാം വിഭാഗത്തിലാണ് മെഡൽ ലഭിച്ചത്. ശബരിമലയിൽ ഭക്തജന തിരക്ക്. കുംഭം 1 ഇന്ന് രാവിലെ 5 നട തുറന്നപ്പോൾ തീർത്ഥാടകരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. വെർച്വൽ ക്യൂ വഴിയും പമ്പയിലെ സ്പോട്ട് ബുക്കിംഗ് സംവിധാനം ഉപയോഗപ്പെടുത്തിയും തീർത്ഥാടകർക്ക് ദർശനം നടത്താം. 17 നട അടയ്ക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. രാവിലെ വ്യാപാരം തുടങ്ങിയപ്പോൾ ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 324 പോയിന്റ് നേട്ടത്തിൽ 76,534-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 126 പോയിന്റ് നേട്ടത്തിൽ 23,173-ലും വ്യാപാരം പുരോഗമിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി US നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുൾസി ഗബാർഡുമായി ചർച്ച നടത്തി. വഖഫ് നിയമ ഭേദഗതി സംബന്ധിച്ച JCC റിപ്പോർട്ട് രാജ്യസഭ അംഗീകരിച്ചു. പുതിയ ആദായ നികുതി ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. കേരളം വൈകാതെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് സഭ പിരിഞ്ഞു. മാർച്ച് 3 വീണ്ടും ചേരും. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് വയനാട്ടിൽ ഇന്ന് UDF ഹർത്താൽ. റേഡിയോയും കാലാവസ്ഥാ വ്യതിയാനവും എന്ന പ്രമേയത്തിലൂന്നി ഇന്ന് ലോക റേഡിയോ ദിനം ആചരിക്കുന്നു. 38ാമത് ദേശീയ ഗെയിംസിലെ മത്സര ഇനങ്ങൾ ഇന്ന് സമാപിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:50.